ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഞാൻ റെഡിയാണോ അല്ലയോ? ഈ ഒരു ചോദ്യം മിക്ക ആൾക്കാരുടെ മനസ്സിൽ വൺ പോയിൻ്റ് ഓർ ദി അതർ വന്നിട്ടുണ്ടാവും. സോ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളിൽ ഏതൊക്കെ ഏരിയ വർക്ക് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. അതിന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. എന്തൊക്കെയാണെന്നുള്ളതല്ലേ പറഞ്ഞു തരാം. ഒന്ന്, മുമ്പ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ എക്സിൽ തന്നെ നിങ്ങൾ ഒരല്പമെങ്കിലും ഫോക്കസ്ഡ് ആണോ, അവരെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാത്തിലും കൂടുതൽ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിനാണോ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആരോടെങ്കിലും കമ്മിറ്റഡ് ആകുന്നത് നിങ്ങളെ വല്ലാതെ നെർവസ് ആക്കുന്നുണ്ടോ? ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. ഇനി 4, ശരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുപിടിച്ചാൽ അത് നിങ്ങളെ ഹാപ്പി ആക്കും, അല്ലെങ്കിൽ അന്നേരവേ നിങ്ങൾക്ക് ഹാപ്പി ആക്കാൻ പറ്റൂ എന്നൊരു തോന്നലുണ്ടോ? അടുത്തത്, ബാക്കിയുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സിനെ ബേസ് ചെയ്താണോ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, അതായത് നിങ്ങൾക്ക് എത്രമാത്രം വില നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് മാറിമറിയുന്നത്? 6ാമത്തെ ചോദ്യം, ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് ശരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 7ാമത്തതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ, കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ഓരോ ഉത്തരവും നോ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ ഏരിയാസിൽ എന്തൊക്കെയോ വർക്ക് ചെയ്യാനായി ബാക്കി കിടപ്പുണ്ട്. അത് യേസ് എന്ന് ആക്കി മാറ്റുന്നത് വരേക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ എടുത്തുചാട്ടമെന്ന് പറയാനേ പറ്റൂ. സോ വർക്ക് ഓൺ യുവർ സെൽഫ്.